വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ. യാത്രാമധ്യേ അവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശയെ വധിക്കാനൊരുങ്ങി. ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ഛേദിച്ച് അതുകൊണ്ട് മോശയുടെ പാദത്തിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തഭർത്താവുന്നു. അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, പരിച്ഛേദന നിമിത്തം നീ എന്നേക്കും രക്തഭർത്താവ് ആകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ മോശയെ കൊല്ലാനൊരുങ്ങുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. ഇത്രയെല്ലാം ദൗത്യം അവനെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്താ ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവൻ ദൈവത്തിൻ്റെതല്ല. എത്ര ദൗത്യ നിർവഹണത്തിൽ അവൻ പങ്കാളിയായാലും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്, അവൻ്റെ മുദ്ര ചാർത്താത്ത ആരും അവൻ്റേതായി തീരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോശ പരിച്ഛേദനം ഏറ്റിരുന്നവനല്ല. അബ്രാഹത്തിൻ്റെ കാലം മുതൽ തൻ്റെ മക്കള് പരിച്ഛേദനം ഏൽക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. എന്നാൽ മോശ ജനിച്ച ഉടനെ അവനെ നയൽ നദിയിൽ ഒഴുക്കുകയും പിന്നെ അവൻ ഫറവോയുടെ പുത്രിയായിട്ട് വളരുകയും ചെയ്തത് കാരണം അവന് പരിച്ഛേദനം നടത്തപ്പെട്ടിരുന്നില്ല, ദൈവത്തിൻ്റെ മുദ്ര ചാർത്തപ്പെട്ടിരുന്നില്ല. എന്നാൽ അവൻ ഈ ദൗത്യ നിർവഹണത്തിലൊക്കെയും മുന്നോട്ട് പോയി. എല്ലാ കാര്യങ്ങളും ദൈവം അവനെ ഏൽപ്പിച്ചു. അവൻ ഈജിപ്തിലേക്ക് തിരിച്ച് ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോകുമ്പം അവൻ്റെ അഗ്രചർമ്മം നടത്താത്തതിൻ്റെ ആഘാതം അവന് ഉണ്ടാവുകയാണ്. അവിടെ ആ സമയത്തു തന്നെ സിപ്പോറായ്ക്ക് അത് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അവൾ കൽക്കത്തിയെടുത്ത് മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവൻ മോശയുടെ പാദത്തിങ്കൽ സ്പർശിച്ചിട്ട് അവൾ പറയുകയാ, നീ എനിക്ക് രക്തഭർത്താവാണ്. അങ്ങനെ ആ വീണ്ടെടുപ്പിന്റെ മുദ്ര മോശയ്ക്ക് ഏൽപ്പിച്ചതിന് ശേഷമാണ് ദൈവദൂതൻ മോശയിൽ നിന്ന് പിന്തിരിയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമോദീസ നമുക്കറിയാം. മുദ്രയിടപെടലാണ് മാമോദീസ, ദൈവത്തിന്റെ വേർതിരിക്കലാണ് മാമോദീസ. നമ്മുടെ പൂർവികര് 7-ാം പൊക്കവും 9-ാം പൊക്കവുമായി ചെയ്തിരുന്നതാണ്. ഇന്ന് നമ്മൾ പരിഷ്കാരം കയറി മാമോദീസ എന്തിനാണെന്ന് പോലും അറിയാതെ 2, 3, 4 വയസ്സാകുമ്പം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് മാതാപിതാക്കൾ ബോധവാന്മാരല്ല. കുഞ്ഞു പ്രായം മുതലേ ആത്മാവിന്റെ ഒരു സ്പന്ദനത്തിൽ വളരാൻ, ആത്മാവിന്റെ വീണ്ടെടുപ്പ് അവനിലേക്ക് കടന്നു വരാൻ, ദൈവകൃപയുടെ നിറവിൽ ആ കുഞ്ഞ് വളരാൻ അതിനെ തടസ്സം നിൽക്കുന്നത് മാതാപിതാക്കളാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ദൈവം തന്നാൽ അതുങ്ങളെ എത്രയും വേഗം കർത്താവിൻ്റെതാക്കി മാറ്റാൻ, അവൻ്റെ മുദ്രയിടപെടാൻ, അതനുസരിച്ചിട്ട് അവൻ്റെ വളർച്ചയിലും മുന്നോട്ടുള്ള കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹവാസവും നൽകാൻ നമ്മളെ തടസ്സം നിൽക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ദൈവത്തിൻ്റെ കോപത്തിനിരയാകാതിരിക്കാൻ നമുക്ക് പൂർണ്ണമായും സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ വിശ്വാസ ജീവിതം ആഘോഷങ്ങളുടെ തിമിർപ്പല്ല, അതിനപ്പുറം വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ജീവിച്ചു പോകാനുള്ള കൃപ നമുക്ക് കിട്ടാൻ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.